യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം. ചെറുപ്പക്കാർ ശക്തിയറ്റു വീഴാം. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. ഏശയ്യാ 40-30 വളരാൻ സാധ്യതയുള്ള പലരും നമ്മളോട് ചേർന്ന് നിൽക്കുന്നില്ലേ? നമ്മൾ ഓരോരുത്തരും വളരുക എന്നതിനേക്കാൾ ഉപരിയായി മറ്റുള്ളവരെ വളർത്താനും സന്നദ്ധരായിരിക്കണം. മറ്റുള്ളവരുടെ വളർച്ചയ്ക്ക് തടസ്സമായി നമ്മുടെ ചെറിയ ചിന്തകളും ആഗ്രഹങ്ങളും കൗതുകങ്ങളും മറ്റുള്ളവർക്ക് നീറ്റലായി നിൽക്കുകയാണ്. ഉയരണമെന്ന ആഗ്രഹവുമായി ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി സ്വന്തം സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും മാറ്റിവെച്ച് ഒന്ന് സഹായിക്കാൻ ആരുമില്ലാതെ വിഷമിക്കുന്നവരോടും ജീവിതത്തിൽ പല പല പ്രശ്നങ്ങൾ മൂലം ഒരു വഴിയും കാണാതെ വിഷമിച്ചിരിക്കുന്നവരോട് ഈശോ പറയാ, സാരമില്ലെന്നേ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. ഏശയ്യാ 41-10 4 ചുറ്റു പ്രതിസന്ധിയുണ്ടായാലും നിന്നെ പരിപാലിക്കുന്ന ദൈവം നിനക്കായി പ്രവർത്തിക്കും. ദൈവത്തിൻ്റെ പരിപാലനയിൽ ആശ്രയിച്ച് വിശ്വസിച്ച് നിന്നാൽ മതിയെന്നേ. ഒരു കഥയായാലോ? ഒരു കാട്ടിൽ കാട്ടുതീ പടർന്നു പിടിച്ചു. ജീവജാലങ്ങളെല്ലാം നെറ്റോട്ടമോടുകയാണ്. ഓട്ടത്തിനിടയിൽ ഒരു പുഴക്കരയിൽ വെച്ച് ഒരു മാനിനെ അതിഭയങ്കരമായ പ്രസവവേദന അനുഭവപ്പെട്ടു. മാൻ പെട്ടെന്ന് തന്നെ പുഴയുടെ കരയിൽ അമർന്നിരുന്നു. മറുവശത്ത് മാനിനെ കാട്ടുതീ കാണാമായിരുന്നു. അവിടെ നിന്നും തല ഉയർത്തി നോക്കിയപ്പോൾ ഒരു മരത്തിൻ്റെ മറവിൽ ഒരു വേടൻ തന്നെ അമ്പെയ്യാൻ നിൽക്കുന്നു. എന്തു ചെയ്യണമെന്നറിയാതെ മാൻ ഇരിക്കുന്ന സ്ഥലം ഒന്ന് മാറ്റാമെന്ന് വിചാരിച്ച് ഒന്ന് ചെരിഞ്ഞപ്പോൾ കാണുന്നത് ദൂരെ നിന്ന് ഒരു സിംഹം മാനിനെ ലക്ഷ്യമാക്കി ഓടിവരുന്നു. 4 ചുറ്റും പ്രതിസന്ധിയാണ്. വേദന കൊണ്ട് ഈ മാനിനെ അനങ്ങാനും വയ്യ. തൻ്റെ കുഞ്ഞിനെ വേദനയോടെ ജന്മം കൊടുക്കുന്ന നേരത്ത് ഒരു വശത്ത് പുഴ, ഒരു വശത്ത് കാട്ടുതീ, ഒരു വശത്ത് വേടൻ, ഒരു വശത്ത് സിംഹം. പ്രതിസന്ധിയിലായ മാൻ മുകളിലേക്ക് നോക്കി കണ്ണുകൾ അടച്ചു. പെട്ടെന്നാണ് ഇടിവെട്ടുന്നൊരു സ്വരം മാൻ കേട്ടത്. ഒപ്പം ഒരു അലറിച്ചയും. അലറിച്ച കേട്ടിടത്തേക്ക് മാൻ നോക്കിയപ്പോൾ വേടൻ്റെ കയ്യിലെ അമ്പ് ശരീരത്തിൽ പതിച്ച സിംഹം പിടയുന്നു. എന്താണ് ഉണ്ടായത്? പെട്ടെന്ന് ഇടിവെട്ടിയപ്പോൾ വേടൻ്റെ കയ്യിലെ സ്ഥാനം മാറി അമ്പ് സിംഹത്തിൻ്റെ മേൽ തറച്ചു. വേദന കൊണ്ട് പുളയുന്ന സിംഹം തന്നെ ഉപദ്രവിച്ചാലോ എന്ന് കരുതി വേടൻ ഓടിപ്പോയി. വേദന കൊണ്ട് സിംഹവും ഓടിപ്പോയി. ഇടിവെട്ടിയതിനോടൊപ്പം പെയ്ത മഴയിൽ കാട്ടുതീ ശമിച്ചു. മാനിൻ്റെ പ്രതിസന്ധി അവസാനിക്കുകയും സമാധാനത്തോടെ കുഞ്ഞിനെ ജന്മം കൊടുത്തു. എത്ര വലിയ പ്രതിസന്ധി നിന്റെ മുൻപിലുണ്ടായാലും വർഷങ്ങളായി നിനക്ക് ഉയരാൻ പറ്റാതെ ഒരു മരുഭൂമി അനുഭവത്തിലൂടെ കടന്നുപോയാലും നീ ദൈവത്തിലൊന്ന് ആശ്രയിച്ച് ആ ദൈവം നിന്റെ രക്ഷയ്ക്കെത്തും. ഒരു പുതിയ വാതിൽ നിനക്കായി തുറക്കും.